ഫ്രണ്ട്സ്, എനിക്ക് എന്താണ് ഇങ്ങനെ അള്ളക്ക് കിട്ടുന്നത്? ഒരു വീഡിയോ ഹാക്കായിപ്പോയി എന്ന് വെച്ചാൽ കട്ടായിപ്പോയി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്കിയാണ് തുടരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പിടിച്ചു കൂട്ടി ഇങ്ങനെ അങ്ങോട്ട് ചെയ്തിട്ട് ഒന്നും കൂടി സ്ലൈം ഉണ്ടാക്കണം. അതിന് വേണ്ടിയുള്ളൊരു ശ്രമിക്കാനാണ് ഞാൻ ചെയ്യുന്നത്. ശ്രമമാണ് ഇത്. നമ്മൾ അവരുടെ കുഴപ്പമില്ല, അവർ ചെയ്തത് കറക്റ്റാണ്. നമ്മൾ ചെയ്തത് എന്താണോ വരാൻ പോകുന്നത്. കണ്ടോ, ഇങ്ങനത്തെ പേഴ്സ് വരുന്നതൊക്കെ ഇതിൽ കളക്ട് ചെയ്താണ് എൻ്റെ പണി വെക്കണത്. ഞാൻ കളക്ട് ചെയ്യും. ഇപ്പം തന്നെ കുറേ വൈറ്റും ബ്ലാക്കും റെഡും അങ്ങനത്തെ കുറേ പേഴ്സൊക്കെ ഉണ്ടായി റെയിൻബോ കളറിൽ. ആ പേള് ഇപ്പം ഞാൻ ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ഒരു റെയിൻബോ മാല ഉണ്ടായിരുന്നു. പിന്നെ ചേച്ചി എനിക്ക് അന്നൊരു റെയിൻബോ രണ്ടും ഒരേതാണ് എൻ്റെ കയ്യിൽ ഉള്ളത്. അപ്പം രണ്ടും ഉണ്ട് കേട്ടോ. അപ്പം എന്തായാലും നമ്മൾ തോക്കാൻ പാടില്ല, എന്തായാലും ജയിച്ചേ ഇരിക്കാൻ പാടുള്ളൂ. ഓ ഫ്രണ്ട്സ്, ഇപ്പം ഇങ്ങനെ തന്നെ നീണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം എന്തായാലും സ്ലൈം റെഡി ആവുമെന്ന് എനിക്ക് തോന്നുന്നേ. കാരണം ഒരു കുഴപ്പവും വന്നിട്ടില്ല. പൊട്ടാൻ ഇവിടെ ഒരു ഓട്ട വന്നു. ഇത് സാറില്ല, കുഞ്ഞോട്ട ആയതുകൊണ്ട് നിസാരം. ഞാൻ നിസാരം ആണ് പറയണത്. അപ്പോൾ ഇതാണ്. എന്തായാലും നമുക്ക് ഇങ്ങനെ ആട്ടണം. അതാകുമ്പോൾ കുറച്ചും കൂടി നേരത്തെ താഴും. പക്ഷെ നിങ്ങൾ നല്ലോണം ആട്ടരുത്, ഇങ്ങനെ ആട്ടരുത്. അപ്പോൾ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ സ്മൂത്തായിട്ട് ആട്ടണം. ഫ്രണ്ട്സ്, ഇങ്ങനത്തെ കണ്ടോ, ഇവിടെ ഓട്ട വരുന്നുണ്ട്. ഫ്രണ്ട്സ്, ഇങ്ങനത്തെ കുറേ സൗണ്ടുകൾ പറഞ്ഞതിന് ക്ഷമിക്കണം. കാരണം അത് വിളിക്കണ കൊണ്ടാണ്. എനിക്കിപ്പോൾ വാതിലടച്ച് ഇടാനൊന്നും സമയമില്ല, നിങ്ങളത് കാര്യമാക്കണ്ട. ഫ്രണ്ട്സ്, ഇത് ഓട്ട വരണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? കണ്ടോ, കുളമായി. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീട്ടിൽ പിന്നീട് കാണാം. ദിസ് ബൈ ഫ്രണ്ട് ടി ആർ രജീഷ്. അതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. അയ്യോ, ടി ആർ രജീഷ് അതാരുടെ അമ്മേ, തെറ്റിപ്പോയോ? ഈശ്വര, ഈ ടിയക്കുട്ടി. ഞാൻ ഇന്ന് ടിയക്കുട്ടി കണ്ടിട്ട് മടുത്തേ. പെട്ടെന്ന് ടി ആർ രജീഷ് എന്നായിപ്പോയി. സോറി ഫ്രണ്ട്സ്. A+V വ്ളോഗ്സ് ട്യൂബിലേക്ക് ബൈ. അതിന് മുമ്പ് എനിക്കൊരു തർക്കിക്കാനായിട്ടൊരു ഇത് ഉണ്ട്. സോറി, നിങ്ങളെല്ലാവരും ക്ഷമിക്കുക. എനിക്ക് എല്ലാവരുടെയും വീഡിയോ കണ്ടിട്ട് എനിക്ക് ഇപ്പോൾ വീഡിയോ ഓഫ് ചെയ്താൽ ചിലപ്പോൾ ബബിൾ എന്തായാലും വരും. പക്ഷെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം ബബിളിൻ്റെ കാര്യം. അപ്പോൾ ഇത്രേ ഉള്ളൂ. എനിക്ക് കണ്ടിട്ട് തന്നെ വിഷമമാണ് കേട്ടോ. സാധാരണ ഞാൻ ചെയ്യുമ്പോൾ അങ്ങനെ ഇത്രയും വലിയൊരു ബബിൾ വരാറുണ്ട്. എന്താണെന്ന് അറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നേ, ഞാൻ ഇതിൽ കുറച്ച് ബ്ലൂ ഷെയ്ഡ് വരാനായിട്ട്, ചെറുതായിട്ടൊരു ബ്ലൂ ഷെയ്ഡ് വരാനായിട്ട് എൻ്റെ ക്യൂടെക്സ്, ഇതേ കളർ ക്യൂടെക്സ് ആണ്. എനിക്കറിയാലോ, ഞാനൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടാവും. ഒരു പുതിയ ക്യൂടെക്സ് ഞാൻ ഒരു ബ്ലൂ കളറിൽ എല്ലാം ബ്ലൂ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ളൊരു ക്യൂടെക്സ് ഞാൻ ഇതിൽ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ മണമുണ്ട്, അതുകൊണ്ടാണോന്ന് അറിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയും ഉള്ളൂ. അപ്പോൾ ബൈ. A+V വ്ളോഗ് ട്യൂബിലേക്ക്.